എന്റെ വിനീതമായ നമസ്കാരം. കോഴിക്കോടിന്റെ സാമൂഹിക രാഷ്ട്രീയ വേദികളിൽ നിറസാന്നിധ്യമായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി പരിപാടിയിൽ ഇടപെട്ട് സംസാരിക്കുന്നു. ആദരണീയമായ ഈ സദസ്സിന് എന്റെ വന്ദനം. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ അവിടെ വെച്ച് ആരംഭിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സഭയും സമ്മേളനവും ബഹുമാന്യനും വിശിഷ്ട വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥനുമായ നാം എല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് എനിക്ക് ദശകങ്ങൾക്ക് മുമ്പ് എന്നെ പുത്രവാത്സല്യത്തോടുകൂടി സ്നേഹിച്ചവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ കൂടിയ സദസ്സിനോട് വളരെ വൈകാരികവും ആത്മാർത്ഥവും ഹൃദയപൂർവവുമായ ബന്ധം വെച്ചു പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പക്ഷെ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് മുമ്പ് എന്നെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയത് കൊണ്ട് പറയട്ടെ, ഞാൻ എപ്പോഴെങ്കിലും എനിക്കും എന്റെ പ്രസ്ഥാനത്തിനും ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന പദത്തിനോട് ഏതെങ്കിലും തരത്തിൽ യോജിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് തോന്നിയിരുന്നെങ്കിൽ 1950 ഞാനടക്കമുള്ള ഒരുപാട് രാഷ്ട്രമീമാംസകർക്ക് അന്ന് പ്രചോദനം നൽകിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ BR അംബേദ്കറിന്റെ തുടങ്ങി നിരവധി മഹാരഥന്മാരായ നേതാക്കന്മാരുടെ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കകത്തിരുന്നുകൊണ്ട് എഴുതിവെക്കാൻ അവകാശമുണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി അന്നും അത് എഴുതിവെക്കാതിരുന്നത്, അന്നും അതിനെക്കുറിച്ച് ആലോചിക്കാതിരുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ, ഞാൻ ഉൾക്കൊള്ളുന്ന സംഘടനയുടെ, ഭാരതത്തിന്റെ വ്യതിരക്തതയുടെ പ്രതീകമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിനോട് സംശയം തോന്നുകയില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ചിന്തയുടെ, ഈ ധാരയുടെ, വികാരപ്രകടനത്തിന്റെ ഭാഗവാക്ക് കൂടിയാണ് ഞാൻ എന്ന ആത്മാഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇവിടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിന്റെ നിർവചനങ്ങളെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച പ്രഗത്ഭരായ വ്യക്തികൾ ഇവിടെ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. നാം ഓർക്കണം, എന്താണ് ജനാധിപത്യം? ഇന്ത്യ രാജ്യത്തിന്റെ ബഹുസ്ഫുരതയുടെ മറ്റൊരു മുഖമാണ്. ജനാധിപത്യമാണ് നമ്മുടെ ആവേശോജ്വലമായ പ്രതീകം നമ്മുടെ ഭരണഘടനയ്ക്കകത്ത്. പക്ഷെ അതിനെ പലരും പലവിധത്തിൽ നിർവചിക്കുന്നുണ്ട്. എന്താ ആ നിർവചനങ്ങളെ? ചുരുക്കം ചില ആ നിർവചനങ്ങളുമായി ഞാൻ താരതമ്യപ്പെടുത്തി എന്റെ പ്രസംഗം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. RSSും BJPയും ജനാധിപത്യത്തെ നിർവചിച്ചിരിക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ ആധിപത്യമെന്നാണ്. കേൾവിയിൽ നല്ലതാണെന്ന് തോന്നാം, ഒറ്റയ്ക്ക് കേൾക്കുമ്പോൾ, അത് മാത്രം ശ്രവിക്കുമ്പോൾ അതല്ലേ ശരി എന്ന സാന്ത്വന സന്ദേശം ഒരുപക്ഷെ മനസ്സിന്റെ മുഖങ്ങളിൽ ഉണ്ടാകാം. പക്ഷെ മറ്റതുകൂടി കേൾക്കുമ്പോൾ മാത്രമേ ആ നിർവചനത്തിന്റെ പൊള്ളത്തരത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ രണ്ട് പ്രഗത്ഭരായ നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റുകാർ പ്രസംഗിച്ചു പോയിട്ടുണ്ട്. അവരും കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം 2 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഈ രാജ്യത്തിന്റെ ഭൂമുഖത്തിനപ്പുറത്ത് എഴുതിയുണ്ടാക്കിയ പ്രത്യയശാസ്ത്രത്തിന്റെ ഉടമസ്ഥന്മാരായി ഭാരതത്തിന്റെ മണ്ണിൽ പ്രവർത്തിക്കുന്ന ആ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഒരു കേന്ദ്രീകൃത ജനാധിപത്യത്തെയാണ് ഈ ജനാധിപത്യം എന്ന നിർവചനത്തിൽ അവരെടുപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ വിശാലതയിലേക്ക് ഇപ്പോൾ കടക്കേണ്ടുന്ന കാര്യമില്ല. ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസ് ജനാധിപത്യത്തെ നിർവചിച്ചിരിക്കുന്നത്, പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചു കേൾക്കുക,
ന്യൂനപക്ഷത്തിന് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനാധിപത്യം എന്ന നിർവചനത്തിലൂടെ ഈ രാജ്യം അനുവദിച്ചിട്ടുള്ളത്. അതിന്റെ പ്രക്താക്കളാണ് ഞങ്ങൾ, അതിന്റെ പ്രയോക്താക്കളാണ് ഞങ്ങൾ. അതുകൊണ്ട് ന്യൂനപക്ഷത്തിന് വിയോജിക്കാൻ, ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തിനോട് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ജനാധിപത്യത്തെ തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി നാം ചെറുക്കേണ്ട ഏക സിവിൽ കോഡിന് വേണ്ടി, നാം ഇല്ലാതാക്കേണ്ടുന്ന 370-ാം വകുപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടി ഉള്ള പ്രയത്നത്തിൽ ഇന്നത്തെ ഭരണകൂടത്തിന്, ഇന്നത്തെ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് സൽബുദ്ധി തോന്നിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളോടൊപ്പമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.